ഹായ് ബേബീസ്, നമുക്ക് കുറച്ച് മുട്ടക്കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ കുക്കർക്ക് കുറച്ച് എണ്ണ, ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചതിന് ശേഷം അധികം 4 ഉള്ളി എടുത്ത്, ഉരുളൻകിഴങ്ങ്, 2 തക്കാളി, ഒരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. കൂടുതൽ രാവിലത്തെ കുറച്ച് എരിവ് കൂടുതലൊന്നും പാടില്ല, അപ്പോൾ ഒരു പച്ചമുളക് മതിയിട്ടാ. പിന്നെ കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും, ഞങ്ങളെ വീട്ടിൽ മല്ലിപ്പൊടിയും മുളകും പൊടിയും കൂടി കൂട്ടി പൊടിച്ചത് 1 സ്പൂണും 1.5 സ്പൂണൊക്കെ ഇടാം, എരിവ് കൂടാൻ പാടില്ല. പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഗരം മസാല ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മൂടി വെച്ചിട്ട് 2-3 വിസിലണ്ട് അടിച്ചോട്ടെ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിവിടെ നല്ലപോലെ കാണിക്കുന്ന മുട്ടയാണ്, 2 ഉണ്ണിയുള്ള മുട്ടയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, അത് തൊലിച്ച് വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് മുട്ടക്കറി ഉണ്ടാക്കണവർ ഏത് മുട്ട വേണമെങ്കിലും എടുക്കുക, കാടമുട്ട, സാദാ മുട്ട, നാടൻ മുട്ട ഒക്കെ എടുക്കാം, താറാമുട്ട വരെ എടുക്കട്ടെ. ഞങ്ങളിവിടെ ഒന്ന് ചെറുതാക്കി മുറിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാരെ എണ്ണം കൂടുതലാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഓരോ മുട്ട ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചപ്പുപൊതിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വെച്ച സാധനമൊക്കെ വിസിലടിച്ച് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളങ്ങ ഇട്ടെടുത്തിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എരിവ് ഏകദേശമൊക്കെ പാകമായിട്ടുണ്ടാവും. അതാണ് ഒരു പച്ചമുളക് ഇട്ടത്, കൂടുതൽ എരിവ് പാടില്ലേനും. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയും ചപ്പുപൊതിനൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് തുള്ളിക്കോട്ടെ. അപ്പോഴേക്കും നമ്മൾ മുട്ടക്കറി റെഡി. ഇത്രയും സിമ്പിളായിട്ട് മുട്ടക്കറി ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല.